കടൽക്ഷോഭത്തിൽ നാശത്തിന്റെ വക്കീലായി തിരുവനന്തപുരം ശംഖുമുഖത്തെ ആറാട്ടുകടവ്. കടൽ കയറിയതോടെ തീരം ഇടിഞ്ഞതും നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ആറാട്ടുമണ്ഡപവും കടവും നശിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. തീരസംരക്ഷണത്തിനായി കോടികൾ ബജറ്റിൽ വകയിരുത്തുമ്പോഴാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ടുമണ്ഡപവും കടവും അവഗണിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെയും പൈങ്കുനി ഉത്സവത്തിന്റെയും ആറാട്ട് നടക്കുന്ന ശംഖുമുഖത്തെ കടവാണിത്. സർക്കാരിന്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും അവഗണനയുടെ നേർസാക്ഷ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2 ഉത്സവങ്ങളിലെ ആറാട്ട് നടക്കുന്ന മണ്ഡപത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്നും പരാതികൾ ഉയരുകയാണ്. ഇടത് സംഘടനകൾ മാംസാഹാരം പാകം ചെയ്യാൻ കാണിച്ച ആവേശം മണ്ഡപം സംരക്ഷിക്കാൻ കാണിക്കുന്നില്ലെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പ് ഇവിടെ നടന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഒരു ആഹാരം വെച്ച് കൊടുത്ത ഒരു സംഭവമുണ്ട്. അതിന് നഗരസഭയുടെ അനുവാദം കൊടുത്തിരുന്നു. അത് വലിയ ആവേശത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ ആറാട്ട് കടവ് സംരക്ഷിക്കുവാനുള്ള യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. ഇതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് മാത്രമുള്ള അവഗണനയല്ല, ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എല്ലാ മത വിഭാഗങ്ങളുടെയും ജാതിമത വിഭാഗങ്ങളുടെയും ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കോടികൾ ഇടത് സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ വകയിരുത്തിയിട്ടും തീരദേശ സംരക്ഷണം പേരിനെന്നും ആക്ഷേപമുണ്ട്. തീരസംരക്ഷണത്തിൽ നഗരസഭ നടത്തുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP സമരം ഉടൻ ആരംഭിച്ചേക്കും. കഴിഞ്ഞ ഓഖി ദുരന്തം കഴിഞ്ഞതിന് ശേഷം 2021, 22, 23 കാലഘട്ടങ്ങളിൽ 5500 കോടി രൂപ ഇവിടുത്തെ ഈ തീരപ്രദേശത്തിനുള്ള ബഡ്ജറ്റ് മാറ്റിവെച്ചിരുന്നു. അത് ഒന്നുപോലും നടപ്പിലാക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കും. അതിന് ഇവിടുത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയും ശക്തമായ സമര പരിപാടികൾക്ക് BJP രൂപം കൊടുക്കാൻ പോവുകയാണ്. കാലവർഷം കനത്തതോടെ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ലഭിക്കുന്നത്. കടൽ കയറിയതോടെ ശംഖുമുഖം, വെട്ടുകാട് ഉൾപ്പെടെ നിരവധി തീരദേശ മേഖല കടലെടുത്തിരിക്കുകയാണ്. വർഷത്തിൽ 2 തവണ ആറാട്ട് നടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ശംഖുമുഖത്തെ ആറാട്ട് കടവ് എന്നറിയപ്പെടുന്ന ഈ ആറാട്ട് കടവിനെ സംരക്ഷിക്കാൻ സർക്കാരോ നഗരസഭയോ കൃത്യമായ ഇടപെടൽ നൽകുന്നില്ല. ഈ കഴിഞ്ഞ മഴയിലടക്കം കനത്ത നാശനഷ്ടത്തിലേക്കും അവഗണനയിലേക്കും നീങ്ങുകയാണ് ഈ ആറാട്ട് കടവും മണ്ഡപവും. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.